ഹലോ ഗൈസ്, നമ്മളിപ്പോൾ തങ്ങൾപ്പാറയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വാഗമണിലെ തങ്ങൾപ്പാറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നോക്കിയാലും ഫുള്ള് കോടമഞ്ഞ് കയറി ഒരു സാധനം കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഫുള്ള് പുക. എൻ്റെ ഏകദേശം ലോകത്തിൻ്റെ ഒക്കെ അറ്റത്ത് കയറി ഭൂമിയുടെ ആകാശത്തെ മുട്ടി നിൽക്കുന്നവരൊക്കെ തോന്നുന്നു.
കൂടി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തോട്ടാണ് തങ്ങളുടെ കവറിടുന്നതൊക്കെ. അപ്പം ഞങ്ങൾ താഴെ വരെ നിന്നുള്ളായിരുന്നു. കാരണം ഒത്തിരി സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് മേലോട്ട് കയറാനായിട്ടുള്ള ഒരവസരമായിരുന്നില്ല. തങ്ങളപ്പാറയിലെ കോടമഞ്ഞ് കയറിയിട്ടുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും നോക്കിയാലും ഫുള്ള് കോടമഞ്ഞ് കയറി ഒരു സാധനം കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഫുള്ള് പുക. എൻ്റെ ഏകദേശം ലോകത്തിൻ്റെ ഒക്കെ അറ്റത്ത് കയറി ഭൂമിയുടെ ആകാശത്തെ മുട്ടി നിൽക്കുന്നവരൊക്കെ തോന്നുന്നു. ഫീൽ തങ്ങളപ്പാറ എന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത്. മഞ്ഞായി മഴയും ചാറുന്നുണ്ട്. ഇപ്പോൾ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കാണത്തില്ല, ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര പാടാണ്. അത്യാവശ്യം ചെറിയ ഇപ്പം പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മഞ്ഞ് കയറിയ കാണാം ആ ദൃശ്യങ്ങളിലേക്ക്. ഓരോ ഇവിടെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ടതാണ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ നമ്മുടെ ഇവിടെ ലൊക്കാലിലൊക്കെ കേരളത്തിനകത്ത് വരാൻ പറ്റുന്നതിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ളത്. വാ, ഇവിടെ നിന്നാലും നനയും, എന്നാ പിന്നെ നടന്നു തന്നെ. ഒരു രക്ഷയില്ലതേ, മഴ പിടി കൂടി നനഞ്ഞ് കുതിർന്ന് അങ്ങ് വരെ വരണം. സ്പീഡിൽ ഓടാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഓ, ഗൈസ് ടോട്ടലി നനഞ്ഞ് അങ്ങേറ്റ ഒരു പരുവായി. എല്ലാവരും നനഞ്ഞു. പാറയുടെ മുകളിൽ അവിടെ കയറി വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നനഞ്ഞു. കാരണം ഒരു രക്ഷയില്ല, നിന്ന് നനയാന്നല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. ചേട്ടാ താഴോട്ട് പോകുന്ന ഇതുവഴി തന്നെയല്ലേ? ഓക്കെ, അടിപൊളി. നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നു. പക്ഷെ പ്രയോജനമൊന്നുമില്ല. വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച് മുങ്ങി നിൽക്കും. ഓ ഗൈസ്, ഞങ്ങളുടെ വണ്ടിയെ വന്ന് കയറി. അടിപൊളി തന്നെ എല്ലാവരും നനഞ്ഞു കുളിച്ച് എല്ലാവരും കയറി വന്നിരിക്കുകയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലായിരുന്നു. മഴ അതിനെക്കാട്ടിലും മനോഹരമായിരുന്നു. മഞ്ഞ് അതിന്റെ പക്ഷെ മഴ എനിക്ക് ഇഷ്ടമാണ് നനയാനൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വണ്ടിയില് ഇത്ര ഇനിയിപ്പം വീട് വരെ ചെറുതത്ര നേരം മഴ നനഞ്ഞു തന്നെ ജീൻസൊക്കെ നനഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സോ വളരെ ഹാപ്പിയായി. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എല്ലാവരും വരിക, കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനേക്കാളും അപ്പുറത്താണ്. വളരെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, പിന്നെ അല്ലാണ്ട് ക്ലീൻ ചെയ്യണം.